ഇപ്പൊ രാവിലെ നമ്മളൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ കറി അല്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾ കറി ഉണ്ടാക്കുവാണ്. പൈസക്കൊന്നും അല്ല കേട്ടോ. അപ്പൊ എന്തായാലും അതിന്റെ പണിയിലാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ നോക്കിയേ, ഒരു അര കിലോ കൂടുതലുണ്ട് അല്ലേ? ഒരു 3/4 കിലോയോളം. ഇത് 30 പേർക്കുള്ള കറിയാണ് കേട്ടോ. ഒരു 3/4 കിലോ ഗ്രീൻ പീസ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് കാണുമ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ അടിയിൽ സബോളയുണ്ട്, അതിന്റെ അടിയിൽ ക്യാരറ്റും ഉണ്ട്. അങ്ങനെ പച്ചമുളകും കൂടെ കീറിയിട്ട് ഇതിലും ഉപ്പും മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ അല്ലെ? ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഈസി വെജിറ്റബിൾ കറിയാണ്. പിന്നെ എന്താ, കടുക് പൊട്ടി അതിന്റെ അകത്തേക്ക് ഇടാനായിട്ട് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളകും വെച്ചിട്ടുണ്ട്. ഒപ്പം കറിവേപ്പില അപ്പുറം മാറിയിരിപ്പുണ്ട് കേട്ടോ. എന്തായാലും കടുക് ഇട്ടു, അതിലേക്ക് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. അപ്പൊ നമ്മുടെ വിറകടുപ്പിലാണ് കേട്ടോ ഇത് അമ്മ ഉണ്ടാക്കുന്നത്. ഇവിടെ അകത്തെ അടുപ്പ് ഒരു ഉരുളി വെക്കില്ല. അത് തന്നെ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അകത്ത് ഉണ്ടാക്കായിരുന്നു അല്ലേ അമ്മേ? നമ്മുടെ ഉരുളി ചെറിയ അടുപ്പിൽ ഉരുളി ഇരിക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 30 പേർക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം വേണമായിരുന്നു. അപ്പൊ അങ്ങനെ കടുക് പൊട്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ കറിയാണോ. സംഭവം എന്നാ വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു ടൂർ പോകുന്നുണ്ട്. അപ്പൊ അന്നേരം രാവിലെ അപ്പമൊക്കെ അവർ വാങ്ങിച്ചോണ്ട് വരും, കഴിക്കാനുള്ള കറി നമ്മൾ കൊണ്ടുപോവാണ്. അപ്പൊ ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള കറിയാണ് കേട്ടോ. ജസ്റ്റ് ടൂറിന് പോകുമ്പോൾ അമ്മ വരുന്നില്ല. അപ്പൊ നമ്മുടേത് ഉള്ളിയില്ല, വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടുക് മൂത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വല്പം മുളക് പൊടി ഇടുക, പിരിയമുളകിന്റെ പൊടിയാണ് ഇടുന്നത്. അപ്പൊ എരിവ് കൂടി പോയാലും ഒരു സ്പൂണേ ഇട്ടുള്ളൂ. ഇത് നമുക്ക് പിള്ളേർക്ക് കൊടുക്കണ്ട, പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ചാണ് ഇവിടെ ഇട്ടിട്ടുള്ളൂ. പിള്ളേരും ഒക്കെ ഉണ്ട് നമ്മുടെ. നല്ലൊരു സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടണം. അപ്പൊ അങ്ങനെ അതെല്ലാം കൂടി ഇട്ടു ഒന്ന് മൂത്തു. നമ്മള് ഗരം മസാല ഇപ്പൊ ഇട്ടിട്ടില്ല അല്ലെ? ലാസ്റ്റ് ആണ് ഗരം മസാല ഇടത്തുള്ളൂ. അപ്പൊ ഇത് ടപ്പേന്ന് തീരും കേട്ടോ. നിങ്ങൾക്കും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന കാര്യം പറയോ, എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്രയൊക്കെ പോണ സമയത്തൊക്കെ നമ്മള് അപ്പൊ ഇത് എടുത്തൊഴിക്കാനായിട്ട് അമ്മയ്ക്ക് എടുത്തൊഴിക്കാൻ പറ്റത്തില്ല, ഞാൻ തന്നെ എടുത്തൊഴിക്കണം. കണ്ടോ, ക്യാരറ്റൊക്കെ അതിന്റെ അടിയിലുണ്ടായിരുന്നേ. ഇതിന്റെ അടിയിൽ നിന്ന് എടുത്തവേ ചൂടുവെള്ളം കലക്കിയിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ കറി അങ്ങനെ കടുക് പൊട്ടിച്ച് അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങൾ, ഒത്തിരി വലിപ്പമല്ല, സാമ്പാർ കഷ്ണത്തിലും ചെറിയ കഷ്ണത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കടുകിന്റെ അകത്ത് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉടച്ചൊക്കെ കൊടുക്കാം അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി വലിപ്പത്തിൽ, ഉരുളക്കിഴങ്ങ് മാത്രമാണ് അല്പം വലിപ്പത്തിൽ ഇട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ കഷ്ണവും കുറച്ചും കൂടെ ചെറുതായിട്ട്, ക്യാരറ്റൊക്കെ ഉണ്ട് കുറച്ചും കൂടെ ചെറുതായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോ ഇതൊന്ന് വേവണം ഈ മസാലക്കകത്ത് കിടന്നിട്ട് അല്ലേ? ഇച്ചിരി ഉപ്പൊടിയും കൂടെ വേണം. ഓക്കെ, അപ്പൊ ലേശം ഉപ്പും കൂടി ഇടണം. മസാലയും കൂടെ അങ്ങ് ഇടുവാണ്. ഗരം മസാല പൊടിച്ചതും കൂടെ നമ്മൾ അങ്ങിട്ട് കൊടുത്തു അതിന്റെ അകത്തേക്ക്. അപ്പൊ ഞാൻ ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടി ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഇട്ടെങ്കിൽ ഏലക്കായും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഫൈനൽ സ്റ്റേജ് ഒന്നും ആയിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. തിളക്കണം, മസാല കിടന്ന് നന്നായിട്ട് തിളക്കണം അല്ലേ? അപ്പൊ നമ്മുടെ കറി ഏതാണ്ട് പാകത്തിലായിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് തിളച്ച് വരണം. അപ്പൊ ഇച്ചിരി ചേർക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നത് എന്നാണ്, 10-30 പേർക്കുള്ള കറിയാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ യാത്ര പോകുമ്പോൾ ഇതുപോലെ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ചെലവ് ചുരുക്കുകയും ചെയ്യാം, തന്നെ നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇത് തീർന്നില്ല, കുറച്ചും കൂടി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊന്ന് തിളക്കണം ഇനി ഇതിനകത്ത് കിടന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ, ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങളിപ്പോ ചിലപ്പോ എല്ലാരും കൂടെ ഇനിയിപ്പോ സ്കൂൾ അടയ്ക്കുന്ന സമയമില്ലയോ, അപ്പൊ ടൂറൊക്കെ പോകുമ്പോൾ ഇതുപോലെ വീട്ടിൽ നമ്മൾ ഇച്ചിരി കറിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കാൻ അപ്പമോ ഇഡ്ഡലിയോ പുട്ടോ എല്ലാത്തിനും കൊള്ളാം ഈ കറി ഉപയോഗിക്കാം. എല്ലാ കറിക്കും ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുട്ടക്കറി വേണേലും ഉണ്ടാക്കിക്കൊണ്ട് പോകാം. മുട്ടക്കറി ഉണ്ടാക്കുന്ന എളുപ്പരീതി നമ്മൾ അടുത്ത ദിവസം കാണിക്കാം. അപ്പൊ ഈ കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നിങ്ങളുടെ ലൈക്കും കമന്റും പ്രതീക്ഷിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി നമുക്കൊരു കാര്യം, ഇതിന്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം അല്ലെ? ഇനി ഇന്നത്തെ ചേർക്കേണ്ട സാധനങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് പാലൂടെ ഒഴിക്കുവാണ്. നമ്മൾ പശുവും പാലുണ്ടെങ്കിൽ, നമ്മൾ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഇപ്പൊ നമ്മൾ ഒഴിക്കുന്ന പശുവും പാലാണ്, അതായത് നമ്മളുടെ പാക്കറ്റ് പാല് വാങ്ങിച്ചാണ് നമ്മളിപ്പോ ഒഴിച്ചേക്കുന്നത്.
അതാകുമ്പോ പാസ്ചറൈസ്ഡ് പാലായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മൾ അങ്ങ് ഒഴിക്കുക ചെയ്തത്. അപ്പൊ അത് ഒഴിക്കണം നിർബന്ധം ഒന്നും ഇല്ലായിരുന്നു ഇതിനകത്ത് അല്ലെ. നമ്മൾ ശകലം കുരുമുളക് പൊടി ഇടുവാണ്. ഓക്കെ, ലേശം കുരുമുളക് പൊടി ലാസ്റ്റ് നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് മല്ലിയില അരിഞ്ഞുണ്ട് കേട്ടോ. ആ മല്ലിയില അരിഞ്ഞും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് നമ്മൾ കറി വാങ്ങാൻ പോകും. അല്ലെ, ഇനി ഇച്ചിരി പച്ചക്കറി വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക അല്ലെ. മുകളിലേക്ക് മല്ലിയില അരിഞ്ഞിട്ടു. ഒപ്പം നമ്മൾ ലേശം പച്ചക്കറി വേപ്പിലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതെ ലേശം പച്ചക്കറി വേപ്പിലും കൂടെ നമ്മൾ ഇതിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇപ്പൊ നമ്മുടെ കറി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മളിത് വാങ്ങാൻ പോവാ അടുപ്പേന്ന്. അത്രയും വാങ്ങത്തില്ല, പാത്രം എടുത്തുണ്ടോ? അപ്പൊ ഇത് ഇത്രയും നമ്മൾ ഒന്നിച്ച് വാങ്ങത്തില്ല. അപ്പൊ അതുകൊണ്ട് അമ്മ പറയണ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ആദ്യം ഒന്ന് കുറച്ച് പകർത്തിയിട്ട് വേണം ഇത് വാങ്ങാൻ എടുക്കാനായിട്ട്. അപ്പൊ രാവിലെ തിരക്കായത് കൊണ്ടാണ് പറയുമ്പോൾ തെറ്റിയൊക്കെ പോകുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒരു ലൈവ് പോലെയാണ് എടുത്തിരുന്നത്. ഈ ലേശം ഉപ്പും കൂടെ അമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പൊ നമ്മുടെ കറി ഇതേ പാത്രത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ബാക്കി എന്താണെങ്കിലും നമുക്ക് നേരെ ഡയറക്റ്റ് ഇങ്ങനെ വാങ്ങാം. കാരണം ഇത്രയും കറി നമുക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പൊ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. കാരണം ഞങ്ങൾ നല്ല തിരക്കിലാണ്. ഇപ്പൊ തന്നെ ഇതുകൊണ്ട് പോണം അല്ലെ. പോകാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ വീഡിയോ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ യാത്രയുടെ സമയമാണ്. അപ്പൊ ഇതുപോലെയൊക്കെ ഒരു കറി ഉണ്ടാക്കിക്കൊണ്ട് പോയി, കറി മാത്രമല്ല അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കഴിക്കാം, പൈസയും ലാഭിക്കാം, നല്ല ഭക്ഷണവും കഴിക്കാം. അത്